ഹായ് ഹലോ ഗുഡ് ഈവനിങ്. നമ്മുടെ വിഷ്ണുശാലിനിയുടെ പുതിയ ഭാഗമാണ്. അപ്പോൾ വിഷ്ണുശാലിനിയുടെ ഭാഗത്ത് നമുക്ക് പിന്നെ കോർപ്പറേഷനിൽ നിന്ന് ജോലിയുള്ള രാജു നമ്മുടെ സത്യാമ്മയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സത്യാമ്മയുടെ വീട്ടിൽ രാഘവൻ നായരും രാജുവും പിന്നെ സത്യാമ്മയും വിഷ്ണുവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യാമ്മയോട് പറയുന്നുണ്ട്, ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല, നിങ്ങളുടെ ഹോട്ടലിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ വിഷ്ണുലോകം, അത് പിന്നെ കോർപ്പറേഷൻ്റെ സ്ഥലമാണ്, സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ടൊരു ഇങ്ങനെ ഫയലായിട്ടുണ്ട്. അപ്പോൾ അത് ആ ഭൂമി എന്തായാലും അത് സർക്കാരിൻ്റെതാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാനുള്ള ഫയൽ ഒരു മൂവ്മെൻറ്റിലേക്ക് നടക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന 40 സെൻറ്റ് ചതുപ്പ് നില അത് സർക്കാരിൻ്റെതാണല്ലോ, അതിൻ്റെ കൂടെ ചേർത്താണ് ഇതും കൂടെ വന്നിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട്, മുൻപ്രമാണങ്ങളും എല്ലാം നോക്കി ഞങ്ങൾ കണ്ടും കേട്ടുമൊക്കെ ആണല്ലോ, നല്ല രീതിയിലാണല്ലോ വാങ്ങിയത്, പിന്നെ ഇപ്പോൾ ഇതെന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, വെള്ളരിക്ക പട്ടണമാണോ, എന്താ ഇത് തോന്നുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സത്യഭാമ പറയുന്നുണ്ട്, അത് രാഘവേട്ടൻ അറിയില്ലേ, അവിടെ ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്ന മേയർ ആരാണെന്ന്, സുസ്മിതയല്ലേ, അവൾക്ക് എന്തായാലും ആ വാശിയും ദേഷ്യമൊക്കെ ഉണ്ടാവും. ഓ അവളാണോ, പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ നമ്മുടെ കോർപ്പറേഷന് ജോലിയുള്ള രാജു വന്നിട്ട് പറയുകയാണ്, അതെ സുസ്മിത മേഡം തന്നെയാണ് ഇതെല്ലാം ചെയ്യിച്ചത്, മേയറല്ലേ, അപ്പം മേയർക്ക് അതിനുള്ള അധികാരങ്ങളുണ്ട്, ഇത് സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞുള്ള ഒരു ഫയൽ നീങ്ങിയിട്ടുമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിഷ്ണു ഇതെല്ലാം കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്താ ഇത് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് വിഷ്ണു നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജു പറയുന്നുണ്ട്, സത്യാമ്മേ ഞാനിപ്പോൾ ഈ കഴിക്കുന്ന ആഹാരം സത്യാമ്മയുടെ ദാനമാണ്, സത്യാമ്മ ഒറ്റൊരാൾ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ജോലിക്ക് കയറിയത്, അപ്പോൾ അതിൻ്റെ ഒരു നന്ദി കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്, ഇതിപ്പോൾ ഞാനാണ് പറഞ്ഞതെന്ന് പുറത്ത് ആരോടും അങ്ങനെ പറയണ്ട. അപ്പോൾ സത്യാമ്മ പറയും, രാജു പേടിക്കണ്ട, രാജുവാണ് ഇവിടെ വന്ന് അറിയിച്ചതെന്ന് ഞങ്ങൾ ആരോടും പറയില്ല, രാജുവിന് ധൈര്യമായിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് രാജു യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ രാഘവൻ നായർ പറയുന്നുണ്ട്, ഇപ്പോൾ എന്താ ചെയ്യുക, വേറൊരു മാർഗ്ഗമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പം ഇങ്ങനെ സത്യാമ്മേനെ പറയുന്നുണ്ട്, രാജു പറഞ്ഞല്ലോ നമ്മുടെ കളക്ടറെ അടുത്ത് പോയാൽ കളക്ടർ ഒരു സ്റ്റേ ഓർഡർ തരുമെന്ന്, അപ്പം ഞാൻ പോയി കളക്ടറെ കാണാം, എന്നിട്ടൊരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് സ്റ്റേ ഓർഡർ മേടിക്കാം എന്നും പറഞ്ഞ് സത്യാമ്മ എഴുന്നേൽക്കുകയാണ് കളക്ടറേറ്റിൽ പോകാനായിട്ട്. അപ്പോഴത്തേക്ക് ഇതെല്ലാം മുകളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുകയാണ് നമ്മുടെ ശ്യാമ. അപ്പോൾ ശ്യാമയ്ക്ക് പേടിയാവുന്നുണ്ട്, അയ്യോ കളക്ടറേറ്റിലോ ഒരു കുഞ്ഞേച്ചി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ സത്യാമ്മയെ കാണത്തില്ല, അപ്പോൾ പിന്നെ പ്രശ്നങ്ങളാവില്ല എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ സത്യാമ്മ പോകാനായിട്ട് ഇറങ്ങാനായിട്ട്, അതായത് മീൻസ് പിന്നെ പോകാൻ ഇങ്ങനെ തിരിയുമ്പോൾ തന്നെ നമ്മുടെ ശ്യാമ ഓടി വരുന്നുണ്ട് സത്യാമ്മയെന്ന് വിളിച്ചുകൊണ്ട്. സത്യാമ്മ എന്തായാലും കളക്ടറേറ്റിൽ പോകണ്ട, കളക്ടറെ കാണണ്ട എന്ന് പറയുന്നു. അപ്പം സത്യാമ്മ ചോദിക്കുന്നത്, എന്താ മോളെ കാര്യം, ഞാൻ പോകണ്ടെന്ന് പറയാനുള്ള കാര്യം എന്താ എന്ന് കേൾക്കുമ്പോൾ അവൾക്ക് മറുപടി ഒന്നുമില്ല. വീണ്ടും ചോദിക്കുന്നത്, നീ എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ മോളെ, ഞാൻ എന്താ കളക്ടറെ കണ്ട കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ രാഘവൻ നായർ പെട്ടെന്ന് അവിടേക്ക് ചാടി വീണ് സംസാരിക്കുന്നുണ്ട്. അത് ബാമേ, ഒരു തവണ നീ പോയി കളക്ടറെ കണ്ട കാര്യങ്ങളൊക്കെ ഏതാണ്ട് പറഞ്ഞതല്ലേ, അയാൾ നിന്നെ ധിക്കരിച്ചില്ലേ, അപ്പോൾ ആ ഒരു ഇത് മോൾക്ക് വിഷമം ഉണ്ടാക്കി കാണും, അതുകൊണ്ടായിരിക്കും കളക്ടറുടെ മുന്നിൽ ഇനി താഴാൻ പോകണ്ടെന്ന് മോള് പറയുന്നതെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ശ്യാമയും പറയുന്ന അതെയാണ് കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ പോകുന്നില്ല കളക്ടറെ കാണാനായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട്, വേണ്ട ആരും പോകണ്ട, ഞാൻ തന്നെ കളക്ടറെ പോയി കണ്ടോളാം, കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ എന്തായാലും ഒരു സ്റ്റേ ഓർഡർ വാങ്ങിയിട്ടേ വരത്തുള്ളൂ, എനിക്ക് എൻ്റെ വിഷ്ണു ലോകം ഞാൻ കെട്ടിപ്പടുത്ത് ഇത്രയും രീതിയിലാക്കിയത് അതിനാണ്, അത് എൻ്റെയും ശാലിനിയുടെ ഒരു ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷ്ണു പറഞ്ഞിട്ട് വിഷ്ണു കളക്ടറെ കാണാനായിട്ട് തിരിച്ച് വണ്ടി എടുക്കുന്നതിന് പോവുകയാണ്. അപ്പോൾ ഈ വിഷ്ണു പോകുമ്പോൾ തന്നെ നമ്മുടെ ശ്യാമയ്ക്ക് വീണ്ടും ഭയങ്കര കുഞ്ഞേച്ചി കാണുമോ വിഷ്ണുവേട്ടൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട് ശ്യാമയ്ക്ക്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്യാമയ്ക്ക് സങ്കടം മാത്രമല്ല, ഒരുതരം പേടി ഉൾഭയവും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വിഷ്ണു നേരെ ജീപ്പ് എടുത്ത് ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ശാലിനിയെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ശാലിനി താൻ ഇതെവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് താനില്ലാതെ പറ്റുന്നില്ല, താൻ എന്താ ഇങ്ങനെ അതെന്നൊക്കെ പറഞ്ഞ് ഓരോന്നും ചിന്തിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ രാഘവൻ നായർ ഇവിടെ പറയുന്നുണ്ട് സത്യാമ്മയോട്, എന്തായാലും നിനക്ക് ഇത്രയൊക്കെ പൊന്നി വരുമ്പോൾ നമ്മുടെ സത്യാമ്മ ചോദിക്കുന്നുണ്ട്, അവൻ എന്തെങ്കിലും കഴിച്ചിരുന്നൊന്നും ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ ഒരു ചായ പോലും കുടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നു, വേണമെങ്കിൽ കഴിക്കട്ടെ, അല്ലെങ്കിൽ വെള്ളം കുടിച്ചെങ്കിൽ അവൻ ജീവിച്ചോളും എന്ന് പറയുമ്പോൾ നമ്മുടെ രാഘവൻ നായർ അവിടെ ഇടപെടുന്നുണ്ട്. അവൻ വെള്ളം ഒന്നും കുടിക്കത്തില്ല, അവന് ശാലിനി, അതാണ് അവൻ്റെ പ്രണയം, ആ ശാലിനിയെ അവൻ അന്വേഷിക്കുകയാണ്, അവൻ കണ്ടാൽ അവൻ ഇവിടെ കൊണ്ടുവരും, എന്തായാലും അവൾ പിറവി എടുത്തിട്ടുണ്ട്, നല്ല ഒരു ധൈര്യത്തോടെ നല്ലൊരു പേഴ്സണാലിറ്റിയോട് കൂടി തന്നെ ശാലിനി തിരിച്ചു വരുമെന്നൊക്കെ നമ്മുടെ രാഘവൻ നായരും പറയുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പോവുകയാണ്, വണ്ടി ഓടിച്ച് പോയി നേരെ കളക്ടറേറ്റ് ചെന്നിട്ട് കളക്ടറെ കാണുന്നതിനൊക്കെയായിട്ട് റൂം തുറക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ കളക്ടറുടെ ഒരു PA പുറത്ത് ഇരിപ്പുണ്ട്, പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉണ്ട്. അവൾ ഒന്ന് ഓടി വന്നിട്ട് പറയുകയാണ്, എന്താ സാർ കാര്യമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് കളക്ടറെ ഒന്ന് കാണണമെന്ന്, ആ കളക്ടർ അല്പം തിരക്കിലാണ് സാർ, ഒന്ന് ഇവിടെ വെയിറ്റ് ചെയ്യൂ, ഞാൻ പറയാമെന്ന് പറയും. കളക്ടറെ അടുത്ത് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ സീറ്റിൽ ചെന്നിരിക്കും.
ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശാലിനി അകത്ത് ഇച്ചിരി പണിയിലാണ്. ആ പണി ചെയ്തിട്ട് ശാലിനി വെറുതെ ഒന്ന് ക്യാമറയിലേക്ക് നോക്കുമ്പോൾ വിഷ്ണുവിനെ കാണുന്നുണ്ട്. ശാലിനി പെട്ടെന്ന് അന്തം വിട്ട് പോകുന്നു. വിഷ്ണുവേട്ടനെന്ന് പറഞ്ഞ് അന്തം വിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ കളക്ടറുടെ PS-നെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് അവിടെ ഇരിക്കുന്ന ആൾ എന്തിനാണ് വന്നതെന്നൊന്ന് അന്വേഷിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ പറയും കളക്ടറെ കാണാനാണ്, ഞാനൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ പോയി കാര്യം ചോദിക്കൂ, എന്നിട്ട് എന്താണെന്നുള്ളത് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ കാര്യമൊക്കെ തിരക്കിയിട്ട് തിരിച്ചു വന്ന് ശാലിനിയോട് പറയണം അത് അവർക്ക് ഏതൊരു ഹോട്ടലിൻ്റെ ഓണറാണ്, അവരുടെ ഹോട്ടൽ എന്തോ പുറമ്പോക്ക എന്തോ എന്ന് പറഞ്ഞൊക്കെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ PS നമ്മുടെ ശാലിനിയെ കളക്ടറിനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നീ എന്തായാലും ഒരു കാര്യം ചെയ്ത് പോയി ഒരു സ്റ്റേ ഓർഡർ ഞാൻ തരാം, അത് പോയി ടൈപ്പ് ചെയ്തിട്ട് വരും, എന്നിട്ട് ഞാനത് സൈൻ ചെയ്ത് തരാം. അതിന് എന്തായാലും അതൊരു തെറ്റായ നടപടിയാണ്, സർക്കാർ ഭൂമിയല്ല. അതെങ്ങനെ മാഡത്തിനറിയാം? അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് തോന്നിയല്ലോ അയാളുടെ സംസാരം കേട്ടപ്പോൾ അതിൽ ഒരു കള്ളത്തരം ഇല്ലയെന്ന്. അപ്പോൾ നിങ്ങളെനിക്ക് വിശ്വാസമാണ്, അപ്പോൾ അതുപോലെ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയായിരുന്നു മേഡം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിഷ്ണു വീണ്ടും പുറത്ത് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ശാലിനി മുഴുവൻ ക്യാമറയിൽ കൂടി കാണുകയാണ്. വിഷ്ണുവേട്ടനെ എന്നുള്ള രീതിയിലും ശാലിനി ആ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ക്യാമറയിൽ വിഷ്ണു നിൽക്കുന്നതും ഒരിടത്ത് പിന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുന്നതും ഒക്കെ ശാലിനി അകത്തു നിന്ന് കാണുകയാണ്. എന്നിട്ട് ഈ PS കൊച്ച് നേരെ പോയി സീറ്റിൽ ചെന്ന് അവർ ടൈപ്പ് ചെയ്യുകയാണ്. കാര്യം ഒരു പിന്നെ സ്റ്റേ ഓർഡർ വാങ്ങി കൊടുക്കണമല്ലോ. അപ്പോൾ സ്റ്റേ ഓർഡർ കൊണ്ട് ശരിയാക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മാഡം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സ്റ്റേ ഓർഡർ കൊടുക്കുമ്പോൾ എന്തായാലും അത് സർക്കാർ ഭൂമിയായിട്ട് വീണ്ടിട്ടാനുള്ള ഒരു സ്റ്റേ ആയിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ശാലിനി മറ്റൊന്നും ചിന്തിക്കാതെ, ശാലിനിക്ക് ശരിക്കും അറിയാമല്ലോ അത് കഷ്ടപ്പെട്ടും എങ്ങനെയൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് ശാലിനിക്കും വിഷ്ണുവിനും നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ശാലിനി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ടൈപ്പ് ചെയ്തിട്ട് വരുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് വിഷ്ണുവും ശാലിനിയും കൂടെ പിന്നെ ഇന്ന് എന്തായാലും കണ്ടുമുട്ടാനൊന്നും പോകുന്നില്ല. ഈ ഇടയ്ക്ക് കാണുമെന്നുള്ളത് അറിയത്തുമില്ല. അപ്പോൾ എന്തായാലും ഇതാണ് അതിൻ്റെ ഭാഗമെന്ന് പറയുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് തരണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.